السلام عليكم يا أيها الطلابين. الوحدة الثالثة. നമ്മളിപ്പോൾ തേർഡ് യൂണിറ്റ് ആണല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തേർഡ് യൂണിറ്റിൻ്റെ പേരെന്താണ്? അൽ വത്തനുൽ ഹബീബ്. ഈ വത്തനുൽ ഹബീബ് എന്ന യൂണിറ്റിൽ 3 ചാപ്റ്റേഴ്സ് ഉണ്ടല്ലേ. ഫസ്റ്റ് ചാപ്റ്റർ യൗമുൽ ഇസ്തിഖ്ലാൽ, സെക്കൻഡ് ചാപ്റ്റർ അലമുൽ ഹിന്ദ്, തേർഡ് ചാപ്റ്റർ വതനീ. യൗമുൽ ഇസ്തിഖ്ലാൽ എന്ന പാഠത്തിലെ പിക്ചർ ഡിസ്ക്രിപ്ഷൻ നമ്മൾ നോക്കിയായിരുന്നു. അന്തഫി യദിൻ യാമിന എന്ന് പറഞ്ഞാൽ എന്താണ്? നീ സുരക്ഷിതമായ കൈകളിലാണ്. അത് കഴിഞ്ഞു നമ്മുടെ ടീച്ചർ ക്ലാസ്സിലേക്ക് വന്ന് കൈഫുൽ ഹാലൊക്കെ ചോദിച്ചു. അതിന് മറുപടി കുട്ടികൾ പറഞ്ഞു. എന്നിട്ട് ടീച്ചർ പുതിയൊരു വിവരം കുട്ടികൾക്ക് നൽകിയല്ലേ. നമുക്ക് സ്വാതന്ത്ര്യദിനം വരെയാണ്. അപ്പോൾ അന്ന് ഒരുപാട് പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏതൊക്കെ പ്രോഗ്രാമിൽ പങ്കെടുക്കാനാണ് താല്പര്യം? അങ്ങനെയൊക്കെ ചോദിച്ചു ഓരോ കുട്ടികളും ഓരോരുടെ മറുപടിയൊക്കെ പറഞ്ഞ ഒരു പാഠഭാഗം നമ്മൾ പഠിച്ചു. ഒരാൾ ജവഹർലാൽ നെഹ്റു ആകാമെന്ന് പറഞ്ഞു, ഒരാൾ മഹാത്മാഗാന്ധി ആകാമെന്ന് പറഞ്ഞു, മറ്റൊരാളോ ലാസ്റ്റ് പേഴ്സൺ എന്തോ പറഞ്ഞു, ഞാൻ ജുന്തിയാകാം, ഞാൻ സോൾജർ ആകാമെന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ ആ പാഠത്തിൻ്റെ വർക്ക്ഷീറ്റൊക്കെ ചെയ്തു. നമ്മുടെ മഹാത്മാഗാന്ധിയെക്കുറിച്ചൊരു കുഞ്ഞി കവിത പഠിച്ചു. പിന്നെയോ ക്വസ്റ്റ്യൻ ചോദിക്കാനും അതിൻ്റെ ആൻസർ സ്വയം കണ്ടെത്താനും പഠിച്ചു. ഹാദ മഹാത്മാഗാന്ധി, മൻ ഹാദിഹി ജദ്ദത്തുൻ. അങ്ങനെ നമ്മൾ കുറച്ച് വാക്കുകളൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വാക്കുകൾ വായിച്ചു, റീഡ് ചെയ്തു അല്ലേ. റീഡ് ചെയ്തപ്പോൾ അതിൽ റെഡ് കളറിൽ കൊടുത്തേക്കുന്ന അക്ഷരം ഏതായിരുന്നു? ഐൻ. ഐനിനെ നമ്മൾ ഫസ്റ്റിലെ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം, സെക്കൻഡ് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം, പിന്നെ കലിമത്തിൻ്റെ ലാസ്റ്റ് വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് പഠിച്ചു. അതേ മോഡൽ തന്നെയാണ് ഐനിനും. ഐൻ എഴുതുന്നത് പോലെ തന്നെയാണ് ഐനും. പിന്നെയോ ഒരു മജല്ല എന്താണെന്ന് ടീച്ചർ പറഞ്ഞു കൊടുത്തു. ആ മജല്ലയിൽ എന്തൊക്കെ വേണം അതൊക്കെ ടീച്ചർ പഠിപ്പിച്ചല്ലേ. അങ്ങനെ നമ്മൾ സ്വന്തം ബയാനുൽ ദാത്തി തയ്യാറാക്കി. എല്ലാവർക്കും ഈ പാഠങ്ങൾ മനസ്സിലായല്ലോ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ അലമുൽ ഹിന്ദ് പഠിച്ചു. അലമുൽ ഹിന്ദ് എന്നുള്ള പോയം നമ്മളെല്ലാവരും നല്ല ഈണത്തിലൊക്കെ പാടിയല്ലേ. അത് കഴിഞ്ഞ് ആ പാഠത്തിലെ വർക്ക്ഷീറ്റുകളൊക്കെ ചെയ്തു. ഒരു ഫ്ലാഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടെത്തി. അത് കഴിഞ്ഞിട്ട് അടുത്ത ബോക്സിൽ ആ സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ എഴുതി. പിന്നീട് നമ്മൾ റീഡിങ് ആക്ടിവിറ്റി ആയിരുന്നു. റീഡിങ് ആക്ടിവിറ്റി കൊടുത്തിരുന്ന കലിമത്തുകളിൽ വാവായിരുന്നു നമുക്ക് റെഡ് കളറിൽ കൊടുത്തിരുന്ന ഹർഫ്. അങ്ങനെ വാവ് ഒറ്റയ്ക്ക് എഴുതുമ്പോൾ എങ്ങനെ എഴുതും, കൂട്ടക്ഷരത്തിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതുമെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ ഒറ്റയ്ക്ക് എഴുതിയിരുന്ന വാക്കുകളെ നമ്മൾ കൂട്ടക്ഷരമാക്കി എഴുതി. നെക്സ്റ്റ് വർക്ക്ഷീറ്റ് നുൻഷിദു വനതദവ്വകു. നമുക്ക് പാട്ട് പാടുകയും ആസ്വദിക്കുകയും ചെയ്യാം അല്ലേ. അപ്പോൾ ഇതും എന്താണ്? അലമിനെ കുറിച്ചുള്ള പാട്ടാണ്, ഫ്ലാഗിനെ കുറിച്ചുള്ള ഒരു പോയമാണ്. നമുക്കൊന്ന് പാടി നോക്കിയാലോ. ഇർഫഉ സൗതക്കും വഹ്തിഫൂ ലിൽ അലം ഇശ്ത കുല്ലൽ മദാ ആലിയൻ യാ അലം أنت رمز المنى أنت فخر لنا أنت في قلبنا ساكن يا علم. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈണത്തിൽ നന്നായി പാടി നോക്കണം കേട്ടോ. ഇനി അടുത്ത എക്സസൈസ് നുറാജിഉൻ നഷീദത വനഖ്താറു കലിമത്തിൻ ഫീഹാ മീം. ഈ കവിതയിൽ നിന്നും മീം വരുന്ന കലിമത്തുകൾ തിരഞ്ഞെടുത്തെഴുതാനാണ് ഈ എക്സസൈസ്. അപ്പോൾ മീം വരുന്ന കലിമത്ത് ഏതൊക്കെയാണ്? ഫസ്റ്റിലെ അലം, ലിൽ അലം കണ്ടോ? അലം. പിന്നെയോ അൽ മദാ, പിന്നെ റംസു, ലാസ്റ്റ് വൺ അൽ മുന. അപ്പോൾ ഇതിലെല്ലാം മീമുണ്ടല്ലേ. അപ്പോൾ ഈ മീം ഓരോ സ്ഥലത്ത് ഓരോ മോഡലിലാണ് വന്നേക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് നോക്കാം നമുക്ക്.
എല്ലാ അക്ഷരങ്ങൾക്കും ഉണ്ട്. കൂട്ടക്ഷരത്തിൽ എഴുതുമ്പോഴും ഒറ്റയ്ക്ക് എഴുതുമ്പോഴും അക്ഷരങ്ങൾ വ്യത്യസ്തമായ രീതിയിലാണ് എഴുതുന്നത്. ഇനി അടുത്ത എക്സസൈസ് റീഡിംഗ് ആണ്. നഖ്റഉ. റീഡിങ്ങിനുള്ള വാക്കുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വേർഡ് മിഖസുൻ, സെക്കൻഡ് വേർഡ് നമീറുൻ, തേർഡ് വേർഡ് അലമുൻ ആൻഡ് ലാസ്റ്റ് വേർഡ് സൂമുൻ. ഓക്കെ. ഇതിലെല്ലാം റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ആരാണ്? ഏത് ഹർഫാണ്? മീമ്. തുടക്കത്തിൽ വരെയാണെങ്കിൽ മീം എങ്ങനെ എഴുതും? നടുക്ക് വരെയാണെങ്കിൽ എങ്ങനെ എഴുതും? ലാസ്റ്റ് കൂട്ടക്ഷരമായിട്ട് എങ്ങനെ എഴുതും? ലാസ്റ്റിൽ ഒറ്റയ്ക്ക് എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതും? എല്ലാം മനസ്സിലായല്ലോ. നെക്സ്റ്റ് നുലവിനു. നമുക്ക് കളർ ചെയ്യാം. അപ്പോൾ മീമിന് കളർ ചെയ്യണേ. തുടക്കത്തിലും നടുക്കും ഏറ്റവും ലാസ്റ്റും ഒക്കെ മീമ് വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് അതേ മോഡലിൽ തന്നെ സ്കെച്ച് വെച്ച് നമുക്ക് കളറടിച്ച് എഴുതാം കേട്ടോ. നെക്സ്റ്റ് നസ്ലുൽ ഹുറൂഫ്. ഇനി നമുക്ക് ഈ ഹർഫുകളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് കൂട്ടക്ഷരമായിട്ട് ഒരു കലിമത്താക്കാം. മുഷ്തുൻ മുഷ്തുൻ, ഖംഹുൻ ഖംഹുൻ, സുലമുൻ സുല്ലമുൻ, ഹരിമുൻ ഹരിമുൻ.